എവിടെ പോവാ? ഹലോ ഗൈസ്, അപ്പോൾ വാവ പറഞ്ഞതുപോലെ തന്നെ വാവേൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. സോ ഞാൻ അവന് നല്ല എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടാണ് നേരെ എയർപോർട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്ക് വാവ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയെങ്കിലും എയർപോർട്ട് എത്താറായപ്പോഴത്തേക്ക് അവ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. വാവയ്ക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റും ടിക്കറ്റും മാത്രം മതിയായിരുന്നു. കാരണം ഡൊമസ്റ്റിക് ഫ്ലൈറ്റിലായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എയർപോർട്ടിനുള്ളിലേക്ക് കയറി ബോർഡിംഗ് ബസ് ഒക്കെ കളക്ട് ചെയ്ത് ബാഗേജും ഡ്രോപ്പ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം എയർപോർട്ടിനുള്ളിലെ കാഴ്ചകളൊക്കെ കണ്ടു. നേരെ സെക്യൂരിറ്റി ചെക്കും കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ഇത്ര അടുത്ത് കാണുന്ന നല്ലൊരു എക്സൈറ്റ്മെൻറ്റിൽ അവൻ എന്തൊക്കെയാണ് പറയുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഗേറ്റ് നമ്പർ 17 ആയിരുന്നു. ഗേറ്റ് നമ്പർ 17 റാമ്പൊക്കെ അത്യാവശ്യം നല്ല ക്ലിയറായി കാണാവുന്നത് കൊണ്ട് തന്നെ അവൻ അവിടുന്ന് വരുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ബോർഡിംഗ് കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി. ബസ് വഴിയാണ് ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. എയർ ബ്രിഡ്ജ് കണക്റ്റഡ് ആയിരുന്നില്ല. അങ്ങനെ ഫ്ലൈറ്റിനുള്ളിലേക്ക് ബോർഡായതിനു ശേഷം അവൻ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. ഈവൻ 6:55 ഫ്ലൈറ്റ് ആയിരുന്നു. ചെന്നൈ ടു കൊച്ചിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ ഹൈയും ബൈയും ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു പേടി അവനുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റ് എന്താ മൂവ് ആവാത്തതെന്ന് ചോദിച്ചിരിക്കുമ്പോൾ തന്നെ ഫ്ലൈറ്റ് മൂവ് ആവാനും തുടങ്ങി. അതും നോക്കി ഇങ്ങനെ ഇരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പേടിച്ചെങ്കിലും പിന്നെ അവൻ്റെ പേടിയൊക്കെ എവിടെ പോയെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുന്ന ടൈമിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അവന് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവൻ ഫുള്ള് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയി നമ്മുടെ ചെന്നൈയുടെ മുകളിൽ നിൽക്കുന്ന സമയത്തുള്ള ഒരു വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അതിനുശേഷം ഫ്ലൈറ്റിനുള്ളിലെ സ്പൈസ് റൂട്ടൊക്കെ നോക്കി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം കുറച്ച് പോമഗ്രനേറ്റും കഴിച്ചു. അങ്ങനെ ഒരു 1.5 മണിക്കൂറിന് ശേഷം നമ്മൾ കൊച്ചിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നു. അപ്പോൾ കൊച്ചിയുടെ മുകളിലെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയാണ്. നൈറ്റ് വ്യൂ സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ആവാൻ പോവുകയാണ്. വാവയുടെ ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ക്യാബിൻ ക്രൂവിലൂടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം നേരെ ബസ്സിലേക്ക് കയറി. ബസ് വഴി ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് എത്തി. എയർപോർട്ടിനുള്ളിൽ നിന്ന് ലഗേജ് ഒക്കെ കളക്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ചേട്ടൻ വന്ന് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിച്ചു.